തള്ളല് കേട്ടോട്ടോ, വല്ലാത്ത സങ്കടത്തോടെ പറയണേ. മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ലീവ് കൊടുക്കാത്ത ആൾക്കാരാണോ? വേണ്ട, മാസത്തിൽ ഒരു 12 മണിക്കൂറെങ്കിലും നിങ്ങളെ സ്റ്റാഫിന് നിങ്ങൾ ലീവ് കൊടുക്കാത്ത ആൾക്കാരാണോ? ഇന്ന് ഒരു പാവപ്പെട്ട ഒരു സുഹൃത്ത് 13 മണിക്കൂറോളം പണിയെടുക്കുന്ന ഒരു മാണിക്കക്കല്ല് സിഗരറ്റ് വലിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. ഞാൻ വണ്ടിയിലേക്ക് കയറുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട്. ഞാൻ അവനോട് ചോദിച്ചു, എന്താ മുത്തേന്ന് വെച്ചു. റഹ്മാൻ കാ, ഇത് കണ്ടില്ല നിങ്ങൾ, എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ വരുന്ന വോയിസുകളും മെസ്സേജുകളാണ്. കാരണം അവൻ്റെ കൂട്ടുകുടുംബങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു പാർട്ടി നടത്തുന്നുണ്ട്. ആ പാർട്ടിയിലൊന്ന് പങ്കുചേരാൻ പറ്റാത്തതിന് ആ സങ്കടത്തിൽ കരയാണ്. നാട്ടിൽ നിന്ന് ഉമ്മാടെ മെസ്സേജ് വന്നിക്കണല്ലേ, ഉമ്മാടെ കുട്ടീനെ ആ ഫോട്ടോയിലൊന്നും കണ്ടില്ലല്ലോ, ഉമ്മാടെ കുട്ടി മുതലാളിമാരോടൊന്നും പറയാറുന്നില്ലേ, ഒന്ന് പോകാനൊന്ന് ഒരു മണിക്കൂറൊന്ന് പോയിട്ട് അവരെ കൂടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോരാറുന്നില്ലേ ഉമ്മാടെ കുട്ടിക്ക്. ഇത് വോയിസ് കേട്ടിട്ട് കരഞ്ഞിട്ട് എന്നോട് പറയാണ്, ഞങ്ങളെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലാണ്. പക്ഷെ ആ സ്റ്റാഫ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ അറിയോ, പക്ഷെ ഞങ്ങൾക്ക് 12 മണിക്കൂറാണ് ജോലി തരുന്നെങ്കിൽ ഞങ്ങൾ 14 മണിക്കൂറും ഓരോരുത്തർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് മാസത്തിൽ ഒരു ലീവ് കിട്ടിയാൽ മതിയായിരുന്നു. വേണ്ട, ഒരു 12 മണിക്ക് ഞങ്ങൾ കൂടപ്പറപ്പിങ്ങളെ കാണാനുള്ള ഒരു സമയം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നീ സമയം പോലും കൂട്ടിക്കോട്ടെ. എൻ്റെ കൽബുകളോട് പറയണേ, അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ വല്ലാത്ത വേദനയാണ് കേട്ടോ. അതായത് കൂട്ടുകുടുംബങ്ങളൊക്കെ ഇവിടേക്കൊക്കെ എൻജോയ് ചെയ്യും, ഒരു തവണയെങ്കിലും അല്ല ഒരു മണിക്കൂറെങ്കിലും അവരുടെ കൂടെ കൂടാൻ വേണ്ടി കൊണ്ട്. എൻ്റെ കൽബുകളോട് സ്നേഹമാണ്. പക്ഷേ എൻ്റെ കൽബുകൾ അങ്ങനത്തെ മുതലാളിമാരുണ്ടെങ്കിൽ ഒന്ന് പരിഗണിക്കണേ.